എല്ലാവർക്കും നമസ്കാരം. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? പക്ഷേ അതിന് ഒരുപാട് പേപ്പർ വർക്കൊക്കെ ചെയ്യണമല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? എങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് കറക്റ്റ് കാര്യമാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിന് ആവശ്യമായ രേഖകളെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നമുക്കിന്ന് സിമ്പിളായിട്ട് തീർക്കാം. സത്യം പറഞ്ഞാ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയധികം ഡോക്യുമെന്റ്സ് വേണമെന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും ഒരു പേടി തോന്നും അല്ലേ? എവിടെ തുടങ്ങണം, എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്നും അറിയാതെ പലരും ഇൻവെസ്റ്റ്മെന്റ് എന്ന ആഗ്രഹം തന്നെ മാറ്റിവെക്കാറുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം. നമ്മുടെ അപേക്ഷയില് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് വൈകാൻ സാധ്യതയുണ്ട്. ചിലപ്പോ റിജക്റ്റ് വരെ ആയിപ്പോവാം. അപ്പോ തുടക്കത്തിലെ എല്ലാം ക്ലിയർ ആക്കിയാല് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് യാത്ര സ്മൂത്തായിട്ട് മുന്നോട്ടു പോകും. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണിപ്പോൾ ഇത്രയധികം രേഖകളൊക്കെ കൊടുക്കുന്നതെന്ന്. അതിന്റെ ഉത്തരമാണ് KYC. KYC എന്ന് പറഞ്ഞാൽ നോ യോർ കസ്റ്റമർ എന്നാണ്. അതായത് നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക. ഇത് ചുമ്മാ ഒരു പ്രോസസ്സല്ല. നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ റെഗുലേറ്ററായ സെബി നിർബന്ധമാക്കിയ ഒരു വെരിഫിക്കേഷനാണിത്. എന്തിനാണെന്നോ, നിക്ഷേപിക്കുന്ന ആളുടെ ഐഡന്റിറ്റിയും അഡ്രസ്സുമൊക്കെ പക്കയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അപ്പോ ഈ KYC കൊണ്ട് എന്താണ് ഗുണം? ഒന്ന്, ഇത് പലതരം ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ, അതായത് ഫ്രോഡ്, കള്ളപ്പണം വെളുപ്പിക്കൽ, ഇതൊക്കെ തടയാൻ സഹായിക്കും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ലാഭം വേറെ ആർക്കും കിട്ടില്ല, കറക്റ്റായിട്ട് നമുക്ക് തന്നെ കിട്ടുമെന്നുറപ്പാക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒരു വിശ്വാസവും സുരക്ഷിതത്വവും ഉണ്ടാക്കാൻ ഇത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടത്? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിതിനൊരു 3 തിരിക്കാം. ഒന്നാമത്തെ കാറ്റഗറി പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി, അതായത് നമ്മൾ ആരാണെന്ന് തെളിയിക്കുന്ന രേഖ. ഇതിന് നിങ്ങളുടെ പാൻ കാർഡ് നിർബന്ധമാണ്. അതോർക്കണം, പാൻ കാർഡ് മസ്റ്റാണ്. വേറെ ഒന്നും അതിന് പകരമായിട്ട് പറ്റില്ല. രണ്ടാമതായിട്ട് വേണ്ടത് നമ്മുടെ അഡ്രസ് തെളിയിക്കുന്ന രേഖയാണ്, പ്രൂഫ് ഓഫ് അഡ്രസ്. ഇതിനായിട്ട് നിങ്ങൾക്ക് പാസ്പോർട്ട്, വോട്ടർ ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഇതിനൊന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവരുത്. ഇനി കറന്റ് ബിൽ, ലാൻഡ്ലൈൻ ബിൽ, ഗ്യാസ് ബില്ലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ളതാകാനും പാടില്ല. ഇതേ നിയമം തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനും പാസ്ബുക്കിനും ബാധകമാണ് കേട്ടോ. മൂന്നാമത്തേത് നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ തെളിയിക്കാനാണ്. ഇതിനായിട്ട് ഒരു ക്യാൻസൽഡ് ചെക്ക് കൊടുത്താൽ മതി. അതായത് നിങ്ങളുടെ പേര് പ്രിന്റ് ചെയ്ത ഒരു ചെക്ക് എടുത്ത് അതിനു മുകളിൽ 2 വര വരച്ച് ക്യാൻസൽഡ് എന്ന് എഴുതുക. അത്രയുള്ളൂ. അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി ആയാലും മതി. എന്തിനാണെന്നല്ലേ, നമ്മൾ SIP ഒക്കെ ചെയ്യുമ്പോഴും പണം പിൻവലിക്കുമ്പോഴും ട്രാൻസാക്ഷൻ നടത്താൻ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണമല്ലോ, അതിനാണിത്. അപ്പൊ സാധാരണഗതിയിൽ ഇത്രയൊക്കെ മതി. പക്ഷെ ചില സ്പെഷ്യൽ കേസുകളുണ്ട്. നിങ്ങളൊരു NRI ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു പ്രവാസി ഇന്ത്യക്കാരൻ, അതായത് NRI ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സിന് പുറമെ കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. ഒന്ന്, പാസ്പോർട്ടിന്റെ കോപ്പി നിർബന്ധമായും കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ വിദേശത്ത് താമസിക്കുന്ന അഡ്രസ്സ് തെളിയിക്കുന്ന ഒരു രേഖയും വേണം. പിന്നെ നികുതിയുമായി ബന്ധപ്പെട്ട ഒരു FATCA CRS ഡിക്ലറേഷനും ഫിൽ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു കുട്ടിയുടെ പേരിൽ, അതായത് മൈനറിന്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ? രക്ഷിതാവെന്ന നിലയിൽ നിങ്ങളുടെ സ്വന്തം പാൻ കാർഡും KYC ഡീറ്റെയിൽസും എന്തായാലും വേണം. അതിനു പുറമെ ആ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ആധാർ കാർഡോ കൊടുക്കണം. അതോടൊപ്പം കുട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം തെളിയിക്കുന്ന ഒരു രേഖയും ആവശ്യമായി വരും. ഇനി വ്യക്തികൾ മാത്രമല്ലല്ലോ, കമ്പനികൾക്കും ട്രസ്റ്റുകൾക്കും ഒക്കെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം. അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, നിക്ഷേപം നടത്താനുള്ള അനുമതി നൽകുന്ന ബോർഡ് റെസൊല്യൂഷൻ, പിന്നെ ഒപ്പിടാൻ അധികാരമുള്ളവരുടെ ഒരു ലിസ്റ്റ്, അങ്ങനെ കുറച്ച് അധികം ഡോക്യുമെന്റ്സ് വേണ്ടിവരും. ഇപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആളുകൾക്ക് സാധാരണയായി പറ്റുന്ന കുറച്ച് അബദ്ധങ്ങളുണ്ട്. അതെങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആവാതെ പെട്ടെന്ന് തന്നെ പാസ്സാവും. ഒരു പെർഫെക്റ്റ് ആപ്ലിക്കേഷന് ഈ 5 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 1, നിങ്ങൾ കൊടുക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സിന്റെയും കോപ്പിയിൽ സ്വയം ഒപ്പിടണം. അതിനെയാണ് സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് മറക്കരുത്. 2, ഡേറ്റുകൾ ശ്രദ്ധിക്കുക. യൂട്ടിലിറ്റി ബില്ലൊക്കെ ലേറ്റസ്റ്റ് ആയിരിക്കണം. ID കാർഡിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ലെന്നും ഉറപ്പാക്കണം. 3, പേരുകൾ മാച്ച് ആവണം. നിങ്ങളുടെ പാൻ കാർഡിൽ എങ്ങനെയാണോ പേരുള്ളത് അതേപോലെ തന്നെ ആയിരിക്കണം ആപ്ലിക്കേഷനിലും. 4, ഒപ്പിടുന്നത്
ഫോട്ടോയുടെ മുകളിലും ഫോമിൽ ഒപ്പിടാൻ പറഞ്ഞിട്ടുള്ള സ്ഥലത്തും കൃത്യമായി ഒപ്പിടുക. അവസാനമായി 5ാമത്തെ പോയിന്റ്, നിങ്ങൾ കൊടുക്കുന്ന ഫോട്ടോ കോപ്പികളൊക്കെ നല്ല ക്ലിയർ ആയിരിക്കണം. വായിക്കാൻ പറ്റാത്ത കോപ്പികൾ കൊടുക്കരുത്. അപ്പോ ഈ പേപ്പർ വർക്കുകളൊക്കെ കാണുമ്പോൾ ഒരു വലിയ പണിയായിട്ട് തോന്നാമെങ്കിലും സത്യത്തിൽ ഇത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിലേക്കുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ്. ഇതിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയുവോ? CKYC, അതായത് സെൻട്രൽ KYC. ഇത് കാരണം ഈ പ്രോസസ്സൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരു തവണ ചെയ്താൽ മതിയാകും. പിന്നീട് നിങ്ങൾ വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയാലും, ഉദാഹരണത്തിന് ബാങ്കിലോ മറ്റ് ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളിലോ, ഈ KYC ഡീറ്റെയിൽസ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരില്ല. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കുട്ടികൾക്കായി നിക്ഷേപിക്കുന്നത് ഒരു വലിയ മരത്തിന് വിത്ത് നടുന്നതുപോലെയാണ്. അപ്പോൾ ഈ ഡോക്യുമെന്റേഷൻ എന്നൊക്കെ പറയുന്നത് ആ വലിയ മരം നടാനുള്ള നിലമൊരുക്കുന്ന പോലെയാണ്. അത് ഭംഗിയായി ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സിനെ കുറിച്ചൊക്കെ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയില്ലേ? എല്ലാം റെഡിയായില്ലേ? അപ്പോ ഏത് സാമ്പത്തിക ലക്ഷ്യത്തിനു വേണ്ടിയാണ് നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.